ഇന്നത്തെ വീഡിയോ ഒരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഉച്ചക്കലേക്കുള്ള കാര്യമാണ് സെറ്റാക്കുന്നത്. രാവിലത്തെ ചായക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല, പഴങ്കഞ്ഞി കുടിക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് ഞായറാഴ്ച ആയ കാരണം ചിക്കൻ ചുക്കയും അതുപോലെ തന്നെ ടൊമാറ്റോ റൈസാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കനിൽ മസാല പുരട്ടിക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ കഴുകിയതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, തൈര്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കോഴിമുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് പഴങ്കഞ്ഞിയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. കോഴിമുട്ടയിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് ആണ് പൊരിച്ചെടുക്കുന്നത്. ഉപ്പ് മുട്ടയിൽ ഇട്ടതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്യുക. എന്നിട്ട് പാത്രം വെച്ചിട്ട് പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ജസ്റ്റ് നമ്മൾ കോഴിമുട്ട ബീറ്റ് ചെയ്തത് ഒഴിക്കുക. അത് ഒരു സൈഡ് ആകുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. മുട്ടൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ കഞ്ഞി കുടിച്ചിട്ട് ബാക്കിയുള്ള പണിയിലേക്ക് പോവാം. കഞ്ഞിയിൽ തൈരും ചുവന്നുള്ളിയും മിളകും പിന്നെ മിളക് ചമ്മന്തിയും മുട്ടയും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ ചുക്കയിലേക്കും അതുപോലെ തന്നെ ടൊമാറ്റോ റൈസിലേക്കും വേണ്ട സവാളയൊക്കെ നന്നാക്കി അരിഞ്ഞ് വെക്കാം. ആദ്യം തന്നെ ചിക്കൻ ചുക്ക വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളൊരു ഇരുമ്പൻ ചീഞ്ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സവാള പൊരിച്ചെടുക്കണം. ആദ്യം തന്നെ സവാള പൊരിച്ചെടുത്തത് 2 പ്രാവശ്യമായിട്ടാണ്, കുറച്ചുള്ള കാരണം. ആദ്യം തന്നെ പൊരിച്ചതിൽ കുറച്ച് മുരിച്ചൽ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം ഒരു സവാളയുടെ പകുതി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചമണം മാറിയെന്ന് ഉറപ്പായതിന് ശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനനുസരിച്ച് സാദാ മുളകും പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗരം മസാല ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെയും നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഒരു ചെറിയ തക്കാളി ചെറുതാക്കിയിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ അടിയിൽ മസാല ഒക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. ഞാൻ ജസ്റ്റ് തക്കാളി ഒന്നും ഇങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴടി വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ചിക്കനും അതുപോലെ തന്നെ മസാലയും ഏകദേശം ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്കതിലേക്ക് ചേർക്കേണ്ട കുറച്ച് വെള്ളമാണ്. അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ഗ്യാസും വരുന്നതിന് പാല് തട്ടി കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ചിക്കൻ മസാല പറ്റിയ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ അവിടെയൊക്കെ പോയ പാലൊക്കെ തുടച്ചതിന് ശേഷമാണ് പിന്നെ ടൊമാറ്റോ റൈസ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ആദ്യം തന്നെ കുക്കർ വെച്ചു. കുക്കർ ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യും ചൂടായതിന് ശേഷം പട്ടയും ഏലക്കായ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു 1.5 സവാള ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ സവാള ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. സവാളൊക്കെ ഏകദേശം നന്നായി വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ ചിക്കന് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവിക്കേണ്ടത് നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ടാണ്. ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം ഒരു 4 തക്കാളി മിക്സിയിലിട്ട് അടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം ഏകദേശം മാറിയതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എരിവിനനുസരിച്ചിട്ടുള്ള സാദാ മുളകും പൊടിയും പിന്നെ ഗരം മസാലയും അതുപോലെ തന്നെ ഞാൻ പിന്നെ ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്ന നേരം കൊണ്ട് നമുക്ക് ചിക്കൻ നോക്കാം. ചിക്കൻ ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതൊക്കെ പച്ചമണമൊക്കെ ഏകദേശം മാറിയെന്ന് ഉറപ്പാവുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം. അത് നിങ്ങൾക്ക് എങ്ങനെയെന്നനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഞാൻ പിന്നെ
ബിരിയാണിയുടെ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡബിൾ വെള്ളമാണ് ഒഴിക്കേണ്ടത്. അത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇടുക. ഇപ്പോൾ ഉപ്പ് നമ്മൾ എങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ, നോർമലി നമ്മൾ ഉപ്പ് എത്ര വേണോ അതിനും കാട്ടും ഒരു പൊടിക്ക് കയറി നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. കുക്കർ അടച്ച് കൊടുത്തിട്ട് തീ നന്നായി കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചിട്ട് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഒരു 20 മിനിറ്റ് ആ കുക്കറിൻ്റെ ഉള്ളിലത്തെ എയർ കൊണ്ട് തന്നെ നമുക്ക് അരി വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് കച്ചമ്പ് തയ്യാറാക്കാം. ഞാൻ ഓൾറെഡി സവോളയും അതുപോലെ പച്ചമുളകും തക്കാളിയും അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഉപ്പും തൈരും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വീടൊക്കെ എല്ലായിടത്തും നന്നായി അടിച്ചു കോരിയുണ്ട്. തുണികളൊക്കെ തുടങ്ങണക്കാട്ടി മുൻപ് തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരുമ്പി വന്നപ്പോൾ ഞാനത് തോരയിടുന്നുണ്ട്. അതിനുശേഷം ചോറൊക്കെ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അത് ഓരോ സൈഡിൽ നിന്ന് ഞാൻ അങ്ങനെ ഇളക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് കുറച്ച് RKG ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി RKG എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. ഇതാണ് എൻ്റെ ഞായറാഴ്ച ദിവസത്തെ സ്പെഷ്യൽ ഫുഡ്. ടൊമാറ്റോ റൈസും അതുപോലെ തന്നെ ചിക്കൻ ചുക്കയും കോഴിമുട്ട പുഴുങ്ങിയതും കച്ചമ്പറും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.